ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് ബുധനാഴ്ച രാവിലെയാണ്. ഗൾഫിലെ യുദ്ധം നമ്മുടെ കൊച്ചു കേരളത്തിൻ്റെ അടുക്കളയിലും ഒരു പ്രയാസമായി തീരുകയാണ്. എല്ലാ വീടുകളിലും പാചകവാതകത്തിൻ്റെ അഭാവം. ബുക്ക് ചെയ്തിട്ട് അവർ ബുക്കിംഗ് പോലും സ്വീകരിക്കുന്നില്ല. ഇന്നലെ രാവിലെ മുതൽ ബുക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ടാണ് രാത്രി 8 മണിക്ക് ഒരു ബുക്കിംഗ് എടുത്തു. വിത്തിൻ 24 hours അവർ അതിൻ്റെ ഒരു ബുക്കിംഗ് സ്വീകരിച്ചു എന്നുള്ളതിൻ്റെ മെമ്മോ നമ്മളെ അറിയിക്കും എന്ന് പറഞ്ഞ് സ്റ്റോപ്പാക്കി. അപ്പോൾ ഈ സമയത്ത് ആലോചിച്ചു, ഞാനൊരു 10-12 വർഷം കൊണ്ട് ഉപയോഗിച്ച നമ്മുടെ ഒരു ഇൻഡക്ഷൻ കുക്കർ ഉണ്ടായിരുന്നു. ഗ്യാസ് സുലഭമായിട്ട് കിട്ടുന്നത് കൊണ്ട് ഇൻഡക്ഷൻ കുക്കർ അതിന് വർക്ക് ചെയ്യാതിരുന്ന സമയത്ത് ഞാൻ സ്റ്റോർ റൂമിലോട്ട് മാറ്റി. ഇപ്പോൾ 2 വർഷമായിട്ട് അത് ഉപയോഗിക്കുന്നില്ല. ഗ്യാസ് സുലഭമായിട്ട് കിട്ടുമല്ലോ. എപ്പം ഗ്യാസ് ബുക്ക് ചെയ്താലും ഇപ്പോൾ 2 ദിവസത്തിന് അല്ലെങ്കിൽ 3 ദിവസത്തിനുള്ള സിറ്റി ആയതുകൊണ്ട് നമുക്ക് ഗ്യാസ് കിട്ടും, ഗ്യാസ് സിലിണ്ടർ കിട്ടും. അപ്പോൾ അതുകൊണ്ട് അത് മെനഞ്ഞാന്ന് എടുത്ത് അത് പൊടി തട്ടി എടുത്ത് തുടച്ച് അത് റിപ്പയർ ചെയ്യാനായിട്ട് കൊടുത്തു. ഏതായാലും പ്രസ്റ്റീജിൻ്റെ ആയിരുന്നു. അതിലും ദൈവകൃപയാൽ 1000 രൂപയ്ക്കകമേ ആയുള്ളൂ റിപ്പയർ ചെയ്ത്. അതിൻ്റെ അകത്തെ കോയിലൊക്കെ ദ്രവിച്ചു പോയി. പിന്നെ എൻ്റെ സ്വിച്ച് ബോർഡൊക്കെ ഒന്ന് മാറ്റി ഒക്കെ റെഡിയാക്കി കൊണ്ടുവന്നു. അങ്ങനെ ഇന്നലെ മുതലേ ഈ ഇൻഡക്ഷൻ കുക്കറും അതിനോടൊപ്പം തന്നെ നമ്മുടെ പാചകവാതം ഗ്യാസും ഒക്കെ രണ്ടും കൂടെ ചേർത്ത് ഒക്കെ പാചകമൊക്കെ ആരംഭിച്ചു. നമ്മൾ കുറച്ചുകൂടെ ഒക്കെ സൂക്ഷ്മതയായിട്ട് വിചാരിച്ചില്ലെങ്കിൽ ഇനിയും പുതിയ ഗ്യാസ് സിലിണ്ടർ കിട്ടണമെങ്കിൽ ഏകദേശം ബുക്ക് ചെയ്തിട്ട് 1 മാസം കൂടെ കഴിഞ്ഞിട്ടേ കിട്ടുകയുള്ളൂ എന്നാണ് അറിവ്. അവരൊന്നും പറയുന്നില്ല. അപ്പോൾ അതുവരെ നമുക്ക് ഈ ഇൻഡക്ഷൻ കുക്കറും നമ്മുടെ ഗ്യാസ് സിലിണ്ടറും പോരാഞ്ഞിട്ട് ചോറ് വെക്കാൻ തെർമൽ കുക്കറുണ്ട്, പ്രഷർ കുക്കറുണ്ട്. കുക്കറുകളുടെ ബഹളമാണ് അടുക്കളയിൽ. നമ്മുടെ ഗ്യാസിന് എൻ്റെ കിച്ചൺ ടോപ്പ് മുഴുവനും അങ്ങനെ കുക്കറുകളെ കൊണ്ട് നിറഞ്ഞിരിക്കാൻ സൂക്ഷ്മതയോടെ നമുക്കും പാചകവാതം ഉപയോഗിക്കാം. നമ്മുടെ മാത്രം പ്രശ്നമല്ല. പിന്നെ വിറകടുപ്പുള്ളവർക്ക് അത് ഉപയോഗിക്കാം. നമുക്ക് സിറ്റിയിലൊന്നും അധികം വീടുകളിലൊന്നും അങ്ങനെ വിറകടുപ്പില്ല. അല്ലെങ്കിൽ പിന്നെ വിറകൊക്കെ വാങ്ങിക്കുകയും. എങ്കിലും ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. കുറേ ചിരട്ടകളൊക്കെ തേങ്ങാ തിരുമ്മിൻ്റെ ബാലൻസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. കൊതുമ്പൊക്കെ വെളിയിലൊക്കെ ഒക്കെ കിടപ്പുണ്ട്. അത്യാവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വിറകടുപ്പും കത്തിക്കാം. അടുപ്പൊന്നുമില്ല, അടുപ്പുണ്ടാക്കി ഒക്കെ അല്ലെങ്കിൽ ഒരു അടുപ്പ് വാങ്ങിക്കണം. അങ്ങനെയൊക്കെ തൽക്കാലം നമുക്കിപ്പോൾ ഉണ്ടല്ലോ. 2 ആഴ്ച ആയുള്ളൂ പുതിയ ഗ്യാസ് സിലിണ്ടർ എടുത്ത് വെച്ചിട്ട് അടുത്തത് ബുക്ക് ചെയ്തു. ഉടനെ തന്നെ ഗ്യാസ് കിട്ടുമെന്നുള്ള ശുഭപ്രതീക്ഷയോടെ നമുക്കിരിക്കാം. അതിൽ എത്രയും പെട്ടെന്ന് യുദ്ധം തീർന്ന് എല്ലാവർക്കും സമാധാനപരമായ അന്തരീക്ഷമാകാനും പാചകവാതകത്തിന് ഇനി പെട്രോളും ഇലക്ഷനൊക്കെ കഴിയുമ്പോഴത്തേക്ക് പെട്രോളിൻ്റെ വിലയൊക്കെ ചിലപ്പം ഡീസലിൻ്റെയൊക്കെ വില കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പം കൂടുതലൊന്നും പ്രയാസങ്ങൾ ഉണ്ടാകാതെ ജനജീവിതം സ്വൈരമായിട്ട് പോകാനായിട്ട് പ്രാർത്ഥിക്കാം. അപ്പോൾ നമ്മുടെ ഇൻഡക്ഷൻ കുക്കറിൽ കാണാം. ഇൻഡക്ഷൻ കുക്കറിൻ്റെ അകത്തെ കോയിൽ മാറി പുതിയതിട്ടു. അതേപോലെ ഒരു സ്വിച്ച് ബോർഡ് നേരത്തെ ഉള്ളതിൻ്റെ പുറത്തെ ഒരു കറുത്ത ഒരു സ്ക്വയറായിട്ടുള്ള സ്വിച്ച് ബോർഡും ഒരു പുതുതായിട്ട് ഫിറ്റ് ചെയ്തു. രണ്ടും കൂടെ കണക്റ്റഡ് ആണ്. അതിന് തൽക്കാലം നമുക്ക് ഉപയോഗിക്കാം. വൈകിട്ട് 6 മണി മുതൽ 9 മണി വരെ ഇൻഡക്ഷൻ കുക്കർ ഉപയോഗിക്കരുത് എന്ന് റിപ്പയർ ചെയ്ത ആൾ പറഞ്ഞു. പെട്ടെന്ന് ചിലപ്പോൾ അത് അടിച്ചു പോകാൻ സാധ്യതയുണ്ട്. എനിവേ തൽക്കാലം ഒരു ടെമ്പററി ആശ്വാസത്തിനായിട്ട് ഇത് ഉപയോഗിക്കാം. പോകുമ്പോൾ പോകട്ടെ, ടെക്നീഷ്യൻസ് അവിടെ തന്നെ ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഇന്നൊരു എഗ് സലാഡാണ് ഞാനിത് ആദ്യമായിട്ട് ഉണ്ടാക്കിയത്. കപ്പിൻ ചായയൊക്കെ ഗ്യാസിനകത്തൊക്കെ വെച്ച് ഉണ്ടാക്കി. രാവിലെ വെളുത്തുള്ളി, ഒരു സവാള, ക്യാരറ്റ്, ക്യാബേജ്, അല്പം ബട്ടർ അല്ലെങ്കിൽ വെളിച്ചെണ്ണ വേണ്ട. ഞാൻ നല്ലെണ്ണയിലാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. വിട്ട് നല്ലപോലെ ഇളക്കി ഒന്ന് വഴന്ന് വരുമ്പോൾ ഒരുപാട് വേവണ്ട, ഒരല്പം ഒരുവിധം ഒന്ന് വെന്ത് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് ബാക്കി സാധനങ്ങളൊന്നും തക്കാളി ചേർക്കണം. പിന്നുള്ളത് ക്യാപ്സിക്കമാണ്. ക്യാപ്സിക്കം കുറേ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അത് ഒരു വലിയ ക്യാപ്സിക്കത്തിൻ്റെ പകുതിയോളം ചേർത്തു. അത് ഇന്ന് ഞാൻ ക്യാരറ്റും ക്യാബേജും കൂടെ ചേർത്തിട്ടുള്ളത് കൊണ്ട് അതൊന്ന് വേകണം. ഇല്ലെങ്കിൽ നമുക്ക് അത് ചവയ്ക്കാനൊക്കെ ഒരു പ്രയാസമാണ്. ഒന്ന് വലിയൊരു പദം വരാനായിട്ട് അത് കഴിയുമ്പോൾ നമുക്ക് ഒരു തക്കാളി അരിഞ്ഞതും ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ചെറിയ പീസാക്കി അരിഞ്ഞതും അതും കൂടെ ചേർത്ത് വീണ്ടും നല്ലതുപോലെ വഴറ്റിയിട്ട് ഉപ്പ് പാകത്തിനാക്കുക, കുരുമുളക് പൊടി ചേർക്കുക, എല്ലാം കൂടെ മിക്സ് ചെയ്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കണം. പാചകത്തിന് നമ്മൾ കറികളൊക്കെ ഉണ്ടാക്കുന്നത് പോലെ വേണ്ട, എന്നാൽ ഒന്നൊരു പല്ലിനൊരു പദം വരാനായിട്ടുള്ള അവസ്ഥയിൽ ഒക്കെ ഈ ക്യാപ്സിക്കൊക്കെ ഒന്ന് വേവണം. അതായി കഴിഞ്ഞിട്ട് ഉപ്പും കുരുമുളക് പൊടിയും ചേർക്കുക. ചില്ലി ഫ്ലേക്സ് ഉണ്ടെങ്കിൽ ചേർക്കാം. പിന്നെ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് വരുമ്പോൾ ഞാൻ ചേർത്തത് എൻ്റെ ഒരു മുട്ട ഇന്ന്
പുഴുങ്ങിയ മുട്ടയല്ല ചേർത്തത്, മുട്ട സ്ക്രാമ്പിൾ ചെയ്യുന്നത് പോലെ അത് കൊട്ടിട്ട് കഴിഞ്ഞിട്ട് അതിനെ ചിക്കി ഇതിനോടെല്ലാം കൂടെ ചേർത്തു. ഏറ്റവും ലാസ്റ്റിൽ ടേസ്റ്റ് മേക്കറായിട്ട് ഒരല്പം ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ചു. ഇപ്പോൾ മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കുരുമുളക് പൊടി, ഒരു ഉപ്പ് ഒക്കെ ചേർത്ത് നല്ലതുപോലെ ചിക്കി ബാക്കിയുള്ള പച്ചക്കറികളുമായിട്ട് മിക്സ് ചെയ്യുക. എല്ലാം വഴന്ന് കഴിയുമ്പോൾ ഉപ്പ് കൂടി പോകരുത്. നമുക്ക് ഒരു ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസ് കൂടെ ചേർത്ത് എല്ലാം കൂടെ മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ രുചികരമായ എഗ് സലാഡ് റെഡിയായി. എഗ്ഗിന് പകരം ചിക്കൻ ഉണ്ടെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ പനീർ പൊടിച്ചത് ചേർക്കാം. ഏതെങ്കിലും നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള നോൺ വെജിൻ്റെ ഏതെങ്കിലും ഒരു സാധനം ചേർക്കാം. ബാക്കി മുഴുവനും പച്ചക്കറിയാണ്. ഇനി ഇതിൻ്റെ കൂടെ ഞാൻ ചപ്പാത്തിയോ ബ്രെഡോ ഒന്നും ഉപയോഗിക്കുന്നില്ല. കാരണം ക്യാരറ്റും ക്യാബേജ്, സവാള, തക്കാളി എല്ലാം ഉണ്ട്. അത് മതി, ഒരാൾക്ക് കഴിക്കാനായിട്ട് ധാരാളം ആകും. എന്നോടൊരു കോഫി, പ്ലെയിൻ ടീയോ അല്ലെങ്കിൽ ഒരു കോഫിയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്കൊരു ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റിന് അല്ലെങ്കിൽ രാത്രിയിലത്തെ ഡിന്നറിന് ഇത് ധാരാളം മതിയാകും. ഓക്കെ, താങ്ക് യു.